അയാൾ അങ്ങനെ ജയഭാരതി മുത്തശ്ശിയും വരുണും രാധികയും കൂടിയിട്ട് ആ അമ്പലത്തിലിരുന്ന് അങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. ആ സമയത്താണ് സൂര്യൻ കൽപ്പനയും കൂടിയിട്ട് കാറിലങ്ങ് വന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവർ ഇറങ്ങുന്നത് കാണുന്ന സമയത്ത് ഈ ജയഭാരതി മുത്തശ്ശി ഈ വരുണിനോട് രാധികനോടും കൂടിയിട്ട് അങ്ങ് പറയുന്നുണ്ട്, ഇതാണ് എന്നെ കാണാൻ വരുന്ന രണ്ട് അതിഥികൾ കൂടി ഉണ്ട് എന്ന് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താ ഇവരെ പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ വരുണ് പറയുന്നുണ്ട്, ഇവരെ പറ്റിയായിരുന്നു ഈ മുത്തശ്ശി പറഞ്ഞുകൊണ്ടിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ സൂര്യൻ കൽപ്പനയും കൂടിയിട്ട് അങ്ങോട്ടങ്ങ് വന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ വരുണ് പറയുന്നുണ്ട്, ഈ മുത്തശ്ശി രാവിലെ തന്നെ ഞങ്ങൾ രണ്ടുപേരോടും ഒരു സ്ഥലം വരെ പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് എവിടേക്കാണെന്ന് ചോദിച്ചിട്ട് ഒന്നും പറയുന്നുമില്ല. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇനി വേറെ രണ്ടുപേരും കൂടി വരാനുണ്ട് അവരെ കാണാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഫുൾ സർപ്രൈസ് ആക്കി തന്നതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ മുത്തശ്ശിയും പറയുന്നുണ്ട്, അത് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു പ്രശ്നവും കൂടാതെ ഇങ്ങനെ അമ്പലത്തിൽ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ ഈ ജയഭാരതി മുത്തശ്ശി പറയാണ്. അപ്പോൾ കൽപ്പന പറയുന്നുണ്ട്, എൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഇനി എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് സൂര്യനോട് വേണമെങ്കിൽ പോയി ചോദിച്ച് നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ അവർ ആ ഒരു സംസാരമൊക്കെ കഴിഞ്ഞിട്ട് നേരെ അമ്പലത്തിൽ പോയി അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. അപ്പം 4 പേരും ഇങ്ങനെ തൊഴുതങ്ങ് കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഇപ്പോൾ തന്നെ പറഞ്ഞ് അങ്ങ് പ്രാർത്ഥിച്ചോളൂ എന്നൊക്കെ ഇങ്ങനെ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവരുടെ പ്രാർത്ഥനകളൊക്കെ ഇങ്ങനെ കഴിയുന്ന സമയത്തൊക്കെ നമ്മുടെ രാധിക അവളിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കുന്നത് അവളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലൊരു തീയാണ് എൻ്റെ അമ്മ എവിടെയാണെന്ന് പോലും അറിയില്ല. പക്ഷേ ഞാൻ ആരും അറിയാതെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വേദനയൊക്കെ ഉള്ളിൽ ഒതുക്കി തീർക്കുകയാണ്. മറ്റുള്ളവർക്കും കൂടി അതൊരു സങ്കടം ആവണ്ട എന്നൊക്കെ വിചാരിച്ച്, മറ്റുള്ളവരും കൂടി ഇനി എൻ്റെ ദുഃഖം കാണണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആരും കാണാതെ ആ ഒരു സങ്കടം എൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. എൻ്റെ അമ്മ എവിടെയാണാവോ, എത്രയും പെട്ടെന്ന് എൻ്റെ അമ്മ എൻ്റെ മുന്നിൽ എത്തിക്കണേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയാണ് എന്തായാലും രാധികയ്ക്കുള്ളത്. അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ സമയത്ത് പൂജാരി വന്നിട്ട് അവർക്ക് ഇങ്ങനെ ചന്ദനമൊക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ കൽപ്പന എല്ലാവർക്കും ചന്ദനം അങ്ങ് കൊടുക്കുകയാണ്. എന്തായാലും നേരെ വന്നിട്ട് സൂര്യയുടെ നെറ്റിയിൽ അങ്ങ് ചന്ദനം ചാർത്തി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മുത്തശ്ശിക്കും ഈ രാധികയ്ക്കും അതുപോലെ തന്നെ വരുണിനും എല്ലാവർക്കും ചന്ദനമൊക്കെ ചാർത്തി അവൾ ആ ഒരു പ്രവർത്തനമൊക്കെ കാണുമ്പോൾ ഈ മുത്തശ്ശിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. പിന്നെ അവരെ 4 പേരും അവിടെ നിന്ന് അങ്ങ് മാറി നിന്നിട്ട് ഇങ്ങനെ മുത്തശ്ശി ഇങ്ങനെ അവരോട് 4 പേരോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. നിങ്ങൾ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും ഒരുമിച്ച് തന്നെ ഉണ്ടാവണം. ഈ ഏട്ടനും അനിയനും അതുപോലെ തന്നെ ഈ ഏട്ടത്തി അനിയത്തി ഏത് സമയത്ത് ഏത് പ്രശ്നം വന്നാലും നിങ്ങൾ 4 പേരും ഒരുമിച്ച് നിന്ന് പോരാടണം. ഈ ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ സമയമാണ്. നമ്മൾ ഏറ്റവും വലിയൊരു പ്രതിസന്ധി കൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് വരെ നിങ്ങൾ 4 പേരും ഒരുമിച്ച് തന്നെ ഉണ്ടാവണം, എന്ത് വന്നാലും എന്നൊക്കെ ഇങ്ങനെ ഇവരോട് പറയണം. അപ്പോൾ ഇവരത് ഉറപ്പ് കൊടുക്കണം. എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ 4 പേരും ഇനി ഒരുമിച്ച് തന്നെ ഉണ്ടാവുള്ളൂ, എല്ലാം ഞങ്ങൾ ഒരുമിച്ച് നേരിടും എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിനോട് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ആ മെൻ്റൽ ഹോസ്പിറ്റലിൽ ശ്യാം അങ്ങനെ ബെഡിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. ഒരു അന്തവും ബോധവും ഒന്നും ഇല്ലാതെ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ ഏടത്തി ഇങ്ങനെ വന്നിട്ട് അവിടുത്തെ ഏടത്തി ഇങ്ങനെ വന്ന് ശ്യാമനെ നോക്കുന്ന സമയത്ത് ശ്യാമാണെങ്കിൽ കണ്ണ് പോലും തുറക്കുന്നില്ല. അപ്പോൾ ആ ഒരു കാഴ്ച കാണുമ്പോൾ പിന്നെ അവിടുത്തെ ഏടത്തേക്ക് ഭയങ്കരമായിട്ടൊരു പേടി വരികയാണ്. അപ്പോൾ ശ്യാമെ കണ്ണ് തുറക്ക് ശ്യാമ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമനെ പിടിച്ചങ്ങ് കുലുക്കുകയാണ്. അപ്പോൾ ശ്യാം അങ്ങനെ പതുക്കെ ഇങ്ങനെ ഒന്ന് മൂളുന്നുണ്ട്, ആ ഏടത്തി എനിക്ക് എൻ്റെ കണ്ണ് പോലും തുറക്കാൻ വയ്യ, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഭയങ്കര തളർച്ചയും ക്ഷീണം, എൻ്റെ കണ്ണ് തുറക്കാൻ ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ എനിക്കത് കഴിയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഈ ശ്യാമ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അമൃതേടത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ശ്യാമക്ക് ഒരു കുഴപ്പമില്ലാത്തൊരു ശ്യാമയായിരുന്നു, ഇന്നലെ രാത്രി അവർ എന്ത് മരുന്നാണ് അവർ ഇൻജെക്റ്റ് ചെയ്തത്, അതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, നല്ല ഡോസുള്ള മരുന്നാണ് തോന്നുന്നുണ്ട്, എന്തായാലും എൻ്റെ ശ്യാമക്കൊന്ന് കണ്ണ് തുറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത ഒരാളെയാണ് ഇങ്ങനെയൊക്കെ കാട്ടി വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഈ അമൃതേടത്തി അവരുടെ ആവലാതിയൊക്കെ ഇങ്ങനെ പറയണേ, എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെട്ട് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവരുടെ ആ ഒരു സങ്കടത്തിൽ നിൽക്കുകയാണ്. ശ്യാമക്കാണെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും കണ്ണൊന്ന് തുറക്കാൻ പോലും കഴിയാത്തൊരു അവസ്ഥയിൽ അങ്ങനെ അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ കണിമംഗലത്താണെങ്കിൽ ഈ ഉർവശി അവിടെ ഹാളിൽ ഇരുന്ന് അങ്ങനെ വിശറിയോണ്ട് വീശുന്നുണ്ട്, മേലൊന്നാകെ ചൊറിയുന്നുണ്ട്. അപ്പോൾ ചെറിയതായിട്ട് എന്തൊക്കെയോ ശരീരത്തിൽ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ അവരങ്ങനെ ഭയങ്കരമായിട്ട് ചൊറിയുന്നും വിശറിയോണ്ട് വീശുന്നൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ പരമേശ്വരനും പത്മിനിയും കൂടിയിട്ട് അവിടെ വീട്ടിലേക്ക് എത്തുന്ന കാര്യമൊന്നും ഇവരതിന് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ നേരെ വീട്ടിലൊരു ഓട്ടോ വന്ന് ഇറങ്ങി അവർ 2 പേരും കൂടിയിട്ട് അകത്തേക്ക് അങ്ങ് കയറുകയാണ്.
അപ്പോൾ ആ സമയത്താണ് എന്തായാലും ഉർവശി ഇവരെ കാണുന്നത്. അപ്പോൾ പത്മിനി എന്താ ഉർവശി ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണേ. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, ഓ നിങ്ങൾ വന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ഇവരോടൊരു പുച്ഛത്തിലാണ്, ഇതുവരെ എവിടെയായിരുന്നു എന്നുള്ളൊരു മട്ടിലാണ് എന്തായാലും ഉർവശി അവരോട് അങ്ങ് സംസാരിക്കുന്നത്. എന്നിട്ട് ഇവരോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിലും ഭയങ്കരമായിട്ട് വിശറി കൊണ്ട് വീശുന്നും ചൊറിയുന്നും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പത്മിനി പറയുന്നുണ്ട്, അല്ല എന്താ ഉർവശി നീ ഇങ്ങനെ ചൂടാണോ, എന്താ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നത്, മേലാകെ എന്തൊക്കെ പൊന്തിയിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം, നിനക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഉർവശി പറയുന്നുണ്ട്, ഓ റൂമിൽ ഭയങ്കര ചൂട്, അപ്പോൾ ചൂടുകൊണ്ട് ഞാനിവിടെ പുറത്തിറങ്ങി ഇങ്ങനെ വീശിയറികൊണ്ട് വീശിയതാണ് എന്നൊക്കെ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ പരമേശ്വരൻ പറയുന്നുണ്ട്, പത്മിനി ഞാൻ പ്രസാദം എടുത്ത് അവൾക്കൊന്ന് കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, ഓ എനിക്കൊന്നും വേണ്ടേ നിങ്ങളുടെ പ്രസാദമൊന്നും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരോടൊരു പുച്ഛത്തിൽ എങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഈ പത്മിനി പറയുന്നുണ്ട്, ഉർവശി നിൻ്റെ മുഖത്തൊക്കെ എന്തൊക്കെയോ പൊന്തിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഉർവശി പറയുന്നുണ്ട്, എന്ത് പൊന്താൻ, എൻ്റെ മുഖത്തൊന്നും ഇല്ലല്ലോ, അത് ഈ ചൂട് കൊണ്ട് ഇങ്ങനെ വരുന്നതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ പരമേശ്വരനും പറയുന്നുണ്ട്, പക്ഷേ ഇത് ഒരു ചിക്കൻ ബോക്സ് ആണെന്നാണ് തോന്നുന്നത്, ചിക്കൻ ബോക്സിൻ്റെ പോലെ ഉണ്ട് കണ്ടിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ തന്നെ പത്മിനി പറയുന്നുണ്ട്, ഉർവശി നീ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്ന, നീ എന്തായാലും റൂമിൽ പോയിരുന്നോ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു വേണ്ട, ഇത് ചിക്കൻ ബോക്സ് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ അവളോട് പറയാണ്. അപ്പോൾ ആ സമയത്ത് ഉർവശി പറയുന്നുണ്ട്, ഒന്ന് പോയേ, എനിക്ക് ചിക്കൻ ബോക്സ് ഒന്നുമില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഇനി വെറുതെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാനാണോ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ അങ്ങനെ ചോദിച്ചു. ഉർവശി അത് വിശ്വസിക്കുന്നേ ഇല്ല, തനിക്ക് ചിക്കൻ ബോക്സ് ഉണ്ട് എന്ന കാര്യം, അതൊക്കെ ഈ ഒരു ചൂട് കൊണ്ട് വന്നതാണ് എന്നുള്ള മട്ടിലാണ് എന്തായാലും ഉർവശി. എന്തായാലും ഇവർ പറയുന്നതൊന്നും ചെവി കേൾക്കാൻ നിൽക്കുന്നുമില്ല. പക്ഷേ ഇവരെങ്ങനെ അകത്തേക്ക് വാ എന്നൊക്കെ പറഞ്ഞിട്ട് പരമേശ്വരനെ നേരെ പത്മിനിയും കൊണ്ട് റൂമിലേക്ക് അങ്ങ് പോകാൻ നിൽക്കുന്ന സമയത്ത് തന്നെ ഈ ഉർവശി അവർ രണ്ടുപേരും അങ്ങ് പിടിച്ചു വെക്കണം. അതെ, പോകുന്നതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. മുത്തശ്ശി ഇവിടെ ഇല്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. മുത്തശ്ശി അവർ നിങ്ങൾ രണ്ടുപേരും പോയതിന് പിറ്റേ ദിവസം തന്നെ അവർക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോകണം, എന്നിട്ട് അതിനൊരു കാരണം ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഈ വരുണിനെ രാധികനെ വിളിച്ച് രണ്ടുപേരുടെയും കൂടെ അങ്ങ് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അതൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അവരിവിടെ കിടന്ന് കുറേ അഭിനയിച്ച് അവർക്ക് എന്തൊക്കെയോ പനിയാണെന്നൊക്കെ പറഞ്ഞ് വെറും കള്ളം പറഞ്ഞിട്ട് അവരിവിടെ നിന്നൊക്കെ ഒരേ നാടകമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ആ സമയത്ത് അവർ രണ്ടുപേരും ഇവിടെ വന്ന് എന്നെയാണ് തെറി പറഞ്ഞത്. ആ രണ്ടുപേര് ഈ വീടിനകത്ത് കയറിയിട്ട് എന്നോടാണ് ദേഷ്യപ്പെട്ടത് എന്നൊക്കെ ഇങ്ങനെ ഇവരോട് രണ്ടുപേരോട് അങ്ങ് പറയുന്നുണ്ട്. എന്നിട്ട് ആദ്യം തന്നെ ഉർവശി പറയുന്നുണ്ട്, ഇതെല്ലാ കാര്യങ്ങളും പിന്നെ അവർ രണ്ടുപേരും നിങ്ങൾക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകും എന്നെനിക്ക് ഉറപ്പാണ് എന്നുള്ള കാര്യം അങ്ങ് പറയാണ്. അപ്പോൾ ഈ പത്മിനിയും ഈ പരമേശ്വരനും പറയുന്നുണ്ട്, അത് ശരിയാണ്, അവർ ഞങ്ങൾക്കൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നു ആ മുത്തശ്ശി പോയ കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കുറേ കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും, ഇനി പിന്നെ എങ്ങനെ എന്നെ വിശ്വസിക്കുന്നത്, നിങ്ങൾ അവരെ തന്നെയല്ലോ ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കാൻ, അവർ പറഞ്ഞതാണല്ലോ നിങ്ങൾ വിശ്വസിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ പത്മിനി പറയുന്നുണ്ട്, ഞാൻ ആരെയും വിശ്വസിക്കാതിരിക്കുക ഒന്നും ചെയ്തിട്ടില്ല, എനിക്ക് എന്താ തോന്നുന്നത് ശരി അത് വെച്ചിട്ടാണ് ഞാനെല്ലാം വിശ്വസിച്ചതൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താണ് നടന്നത് എന്നുള്ള കാര്യം എന്തായാലും ഇവർക്ക് ഇതുവരെ ആയിട്ടൊരു വ്യക്തമായിട്ടൊന്നുമില്ല. പക്ഷേ ഉർവശി പറഞ്ഞത് അങ്ങനെ ക്ലിയർ ആയിട്ട് എന്താ സംഭവിച്ചതെന്നുള്ള ഉർവശിയുടെ അടുത്തുനിന്ന് എന്തായാലും പത്മിനിക്ക് കിട്ടിയിട്ടില്ല. അവർ കാണിച്ച ക്രൂരതകളൊന്നും എന്തായാലും വരുണും പറഞ്ഞിട്ടില്ല. ഈ ഉർവശി എന്തായാലും അവരിങ്ങനെ ക്രൂരത കാണിച്ചു എന്നുള്ള കാര്യം എന്തായാലും പറയത്തുമില്ല. അങ്ങനെ ഈ ഉർവശിനോട് ഇങ്ങനെ സംസാരമൊക്കെ സംസാരിച്ച് ഇവർ അവരുടെ റൂമിലേക്ക് അങ്ങ് കയറി പോകുന്നുണ്ട്. ഉർവശി ഭയങ്കരമായിട്ട് അവിടെ ചൊറിഞ്ഞ് അങ്ങ് ഇരിക്കുന്നുണ്ട്. അങ്ങനെ രാധിക എന്തായാലും ഭക്ഷണപ്പൊതിയൊക്കെ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് രാവിലെ തന്നെ. അപ്പോൾ അവൾ നേരെ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കൊക്കെ ഭക്ഷണം വിതരണം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യുന്ന ഒരു സ്റ്റുഡിയോയിലേക്ക് അങ്ങ് ഭക്ഷണം വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് പോവുകയാണ്. അവൻ പോകുന്ന സമയത്ത് ആ വഴിയിലൂടെ നടന്നു വരുന്ന ഒരാളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, രാധിക നിൻ്റെ ഭക്ഷണം ഞാൻ കഴിച്ചിരുന്നിട്ട് അടിപൊളിയാണ് എന്നൊക്കെ ഇങ്ങനെ ഇവൾക്ക് കുറേ കോംപ്ലിമെൻ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവൾ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങ് കയറുകയാണ്. അവൻ മറ്റൊരാളും കൂടി അങ്ങ് വരികയാണ്. അപ്പോൾ രാധിക എന്നോട് പറയുന്നുണ്ട്, താങ്ക് യു, നിൻ്റെ ഭക്ഷണം എന്തായാലും അടിപൊളിയാണ് എന്നൊക്കെ അവളോടും കൂടിയിട്ട് അങ്ങനെ അയാൾ പറയുന്നുണ്ട്. അപ്പോൾ അവളോട് ഒരു നന്ദിയൊക്കെ പറയണം. അപ്പോൾ ഇയാൾ വന്നിട്ട് ഇവളോട് പറയുന്നുണ്ട്, അതേ രാധിക ഞങ്ങൾക്ക് ഇനി നാളെ തൊട്ട് കുറച്ചുകൂടി അധികം ഭക്ഷണപ്പൊതി വേണ്ടി വരും കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അവൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇവളോട് ചോദിക്കുമ്പോൾ ഇവൾ പറയുന്നുണ്ട്, അതിനെന്താ എന്തായാലും ഉണ്ടാക്കി തരാം എന്നൊക്കെ ഇങ്ങനെ രാധികയും പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മറ്റൊരാൾ വന്നിട്ട് ഇങ്ങനെ ഇയാളെ അങ്ങ് ഷൗട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്, എടാ ആ പെൺകുട്ടി എവിടെയാണ്, അവൾ ഇതുവരെ ആയിട്ട് വന്നിട്ടില്ലല്ലോ, ഇനി അവൾ വരാതെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ ആ പാട്ട് പാടാനുള്ള പാട്ടുകാർ ഇപ്പോൾ വരും, അപ്പോൾ അവൾ വരുന്നതിൻ്റെ മുന്നേ ഇവിടെ എന്ത് പ്രശ്നങ്ങളും ഉണ്ടാകാതെ നോക്കേണ്ടത് നിൻ്റെ ചുമതലയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളോട് ഭയങ്കരമായിട്ട് അങ്ങനെ ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇയാൾ മറ്റേ ആളോട് പറയുന്നുണ്ട്, നിങ്ങൾ റെക്കോർഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളി, അതൊക്കെ നല്ല ഭംഗിയോടെ തന്നെ തീരും, നിങ്ങൾ അതേക്കുറിച്ചൊന്നും ടെൻഷൻ ആവണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്
പറഞ്ഞിട്ട് ഈ രണ്ടാളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കുകയാണ്. മറ്റേ ആൾ ആ റെക്കോർഡിങ്ങിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ രാധിക ചോദിക്കുന്നുണ്ട് ഇയാളോട്, അല്ല ചേട്ടൻ എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ചേട്ടനെ ഈ രാധികനോട് പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോളെ ഒന്നും പറയണ്ട, ഇന്ന് ഒരു പാട്ട് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ദിവസമായിരുന്നു. ആ പാട്ടുകാരി ഇപ്പോൾ വരും. പക്ഷേ ആ പാട്ടുകാരി വരുന്നതിന് മുന്നേ കോറസ് പാടാനുള്ള കുട്ടികളെ ഞങ്ങൾ റെഡിയാക്കി നിർത്താറുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആ പാട്ടൊക്കെ മനോഹരമാക്കി പാടുന്നതൊക്കെ ഈ പാട്ടുകാർ വരുന്നതിൻ്റെ മുന്നേ ഒക്കെ സെറ്റ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ആ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി ഇന്ന് വന്നിട്ടില്ല, ഇത്ര നേരമായിട്ട് അവൾ വന്നിട്ടില്ല, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ഇവളോട് പറയാണ്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, അല്ല രാധിക ആ വലിയ പാട്ടുകാരി ശ്യാമയുടെ മകളാണ് എന്നൊക്കെ ഞങ്ങൾ ന്യൂസിലൂടെ ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നീ നന്നായിട്ട് പാടുന്നു ഞങ്ങൾക്കറിയാം. അപ്പോൾ നീ അത്ര അടിപൊളിയായിട്ട് പാടുന്നത് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ നീ ഞങ്ങളുടെ ഒരു സഹായം ചെയ്യുക, ആ കോറസ് പാടാനുള്ള കുട്ടി വരാത്തതുകൊണ്ട് ആ ഒരു സ്ഥാനത്ത് നീ കൂടി പാടുമോ എന്നൊക്കെ അവളോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, അതിനെന്താ ചേട്ടാ, അതിന് യാതൊരു കുഴപ്പമില്ല, ഞാൻ അവളെ കൂടിയിട്ട് അങ്ങ് പാട്ട് പാടിക്കോളാം, അതിന് ടെൻഷൻ ആവുമൊന്നും വേണ്ട എന്നൊക്കെ രാധിക അയാൾക്ക് അങ്ങ് ഉറപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, താങ്ക് യു രാധികയെ, ഈ കോറസ് പാടുന്നതിന് നിനക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, കാരണം നീ അത്രയും വലിയ ഫേമസ് ആയ ഒരാളുടെ പാട്ടുകാരിയുടെ മകളല്ലേ, അതുകൊണ്ട് നിനക്ക് പിറകിലിരുന്ന് ഈ കോറസ് പാടാനുള്ള ബുദ്ധിമുട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല, അമ്മയുടെ കാര്യം എന്തായാലും വിട്, അമ്മയുടെ കാര്യം എന്തായാലും ഇപ്പോൾ ചർച്ച ചെയ്യണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇവൾ. എന്നിട്ട് ഇവൾ ഉറപ്പ് കൊടുക്കണം, ഞാൻ തന്നെ കൂടെ പാടിക്കോളാം, അതിനൊന്നും ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കോറസ് പാടാനുള്ള കുട്ടികളുടെ രാധികയും കൂടിയിട്ട് അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ പാട്ടുകാരി അങ്ങ് വരുന്നുണ്ട്. ഈ പാട്ടുകാരി അവൾക്കൊരു അസിസ്റ്റൻ്റായിട്ടുള്ള ഒരു തമിഴത്തി പെണ്ണുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ പാട്ട് പാടാൻ വേണ്ടിയിട്ട് അങ്ങനെ വരുന്നത്, ഈ ഒരു പാട്ടുകാർ ഹൈ ഗെറ്റപ്പിലൊക്കെയാണ് വരുന്നത്. ആ ഒരു അസിസ്റ്റൻ്റ് ഡോറ് തുറന്ന് കൊടുക്കുന്നുണ്ട്, ഇരുത്തുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കുറച്ച് ഹൈ ആയിട്ട് അങ്ങ് ആ പെൺകുട്ടി അങ്ങ് വരുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇങ്ങനെ പാട്ട് പാടാൻ വേണ്ടി ഇരിക്കുന്നൊക്കെ ഉണ്ട്. കോറസ് പാടാനുള്ള ആ റൂമിലാണെങ്കിൽ റെക്കോർഡിങ്ങിന് ആ ഒരു കോറസ് പാടുന്ന കുട്ടികൾ ഇങ്ങനെ പാട്ടൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗത്ത് എന്തായാലും എപ്പിസോഡ് അങ്ങ് അവസാനിക്കുകയാണ്. അപ്പം നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ ആ കോറസൊക്കെ ഇങ്ങനെ മനോഹരമായിട്ട് ആ കുട്ടികളെല്ലാവരും കൂടി പാടുന്നുണ്ട്. അതിനെ കൂടെ തന്നെ രാധികയും കൂടിയിട്ട് അവരുടെ കൂടെ അങ്ങനെ കൂടി പാടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു പാട്ടുകാരി അങ്ങ് പാട്ട് റെക്കോർഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ പെൺകുട്ടിക്ക് ഇവരുടെ ഒരു കൃഷ്ണസ്തുതി പോലെയുള്ളൊരു പാട്ടാണ് പാടുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ആ ഒരു പാട്ട് അങ്ങ് പാടാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ അങ്ങ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആ പാട്ട് പാടുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു പെൺകുട്ടി സ്റ്റക്കായി ഇങ്ങനെ നിൽക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ പാട്ട് പാടാൻ ഒരു സുഖമില്ല, ഒരു ഫ്ലോ കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു പാട്ടിൻ്റെ പ്രശ്നമായിട്ട് ആ ഒരു പെൺകുട്ടി സംസാരിക്കണം. അല്ലാതെ ആ പെൺകുട്ടിക്ക് പാടാനുള്ള കഴിവില്ലായ്മയല്ലാതെ അവൾക്ക് ആ ഒരു പാട്ടാണ് ആ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അത് കഴിഞ്ഞിട്ട് നമ്മുടെ രാധിക ആ ഒരു പാട്ട് പാടി മനോഹരമാക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ റെക്കോർഡ് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നൊക്കെ ഉണ്ട്. ഇത്രയും മനോഹരമായിട്ട് പാടാൻ കഴിഞ്ഞാൽ ആ മറ്റേ പാട്ടുകാരിയേക്കാളും കൂടുതൽ നന്നായിട്ട് രാധിക പാടുന്നുണ്ട് എന്നുള്ള ആ ഒരു സന്തോഷമൊക്കെ എന്തായാലും ആ റെക്കോർഡ് ചെയ്യുന്ന ആളുകളുടെ ഇടയിലൊക്കെ അങ്ങനെ ഉണ്ട്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ നോക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം നാളെ കാണാം. ഓക്കെ, ബൈ ഓൾ.